EPF-ൽ നിന്ന് വെറും 3 മിനിറ്റ് ഓൺലൈൻ പ്രോസസ്സിലൂടെ എങ്ങനെ പണം പിൻവലിക്കാം ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. EPF മെമ്പർ ഹോം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തുറന്നു വരുന്ന UAN മെമ്പർ ഹോം പോർട്ടൽ ഓപ്പൺ ചെയ്യുക. EPFO അലേർട്ട് മെസ്സേജ് ആയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പണായി വരും. ഓക്കെ പ്രസ് ചെയ്യുക. ദെൻ UAN നമ്പറും പാസ്വേഡും അടിച്ച് സൈൻ ഇൻ ചെയ്യുക. UAN ആക്ടിവേറ്റ് ആക്കാത്തവരാണെങ്കിൽ ആക്ടിവേറ്റ് UAN എന്ന് ക്ലിക്ക് ചെയ്ത് UAN നമ്പർ, ആധാർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ എന്നിവ എൻ്റർ ചെയ്ത് ക്യാപ്ച വാല്യൂ അതുപോലെ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ പുതുതായി നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് പാസ്വേഡ് ഉപയോഗിച്ച് ഇതുപോലെ ലോഗിൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്കൊരു മെസ്സേജ് OTP ആയിട്ട് വരുന്നതായിരിക്കും. OTP എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയുടെ ലെഫ്റ്റ് ഭാഗത്തുള്ള 3 ലൈനുള്ള ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ സർവീസ് എന്ന് സെലക്ട് ചെയ്യുക. ഓൺലൈൻ സർവീസിലെ ക്ലെയിം ഫോം 31 സെലക്ട് ചെയ്യുക. തുടർന്ന് ഓൺലൈൻ ക്ലെയിം ഫോം 31 തുറന്നു വരും. നമ്മുടെ മെമ്പർ ഡീറ്റെയിൽസ്, KYC ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, സർവീസ് ഡീറ്റെയിൽസ് എന്നിവ അടങ്ങിയ ഒരു വിൻഡോ ആണ് തുറന്നു വരിക. UAN പോർട്ടലിൽ നമ്മൾ നൽകിയിട്ടുള്ള സെയിം അക്കൗണ്ട് നമ്പർ അതിൽ എൻ്റർ ചെയ്യുക. ശേഷം വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അത് യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ താഴെയുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിം എന്ന് പ്രസ് ചെയ്യുക. ദെൻ തുറന്നു വരുന്ന വിൻഡോയിൽ സെലക്ട് ക്ലെയിം ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് PF അഡ്വാൻസ് ഫോം 31 എന്ന് സെലക്ട് ചെയ്ത് താഴെയുള്ള സെലക്ട് സർവീസ് ഏതാണോ അത് ക്ലിക്ക് ചെയ്ത് ദെൻ നമ്മൾ വിഡ്രോ ചെയ്യാനുള്ള കാരണം, എന്താവശ്യത്തിനാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ ഓഫ് ഹൗസ് എന്ന റീസൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഷെയറിൻ്റെ 90% നമുക്ക് വിഡ്രോ ചെയ്യാം. ഒരു തവണ മാത്രമേ ഈ ഓപ്ഷൻ നമുക്ക് നൽകാൻ സാധിക്കൂ. അതിനു താഴെയുള്ള കോളത്തിൽ നമ്മൾ എത്ര എമൗണ്ട് ആണോ വിഡ്രോ ചെയ്യുന്നത് അതുകൂടി അവിടെ എൻ്റർ ചെയ്യുക. തുടർന്ന് താഴെ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എംപ്ലോയി, ലൊക്കാലിറ്റി, സ്ട്രീറ്റ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ് എന്നിവ എൻ്റർ ചെയ്യേണ്ടതാണ്. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എന്നിവ നമുക്ക് അതിൽ നൽകിയിട്ടുണ്ടാവും. അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം അതിന് താഴെയുള്ള ജനറേറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈലിൽ വന്നിട്ടുള്ള OTP അതിൽ എൻ്റർ ചെയ്ത് താഴെ കാണുന്ന വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി. താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ എന്ന് അടിച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഒരു 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്.